നമസ്തേ. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് യേശു പത്രോസിനോട് യോഹന്നാനെ പറ്റി പറയുന്നത്, ഇഫ് ഐ വാണ്ട് ഹിം ടു ലിവ് അൺടിൽ ഐ റിട്ടേൺ വാട്ട് ഇസ് ഇറ്റ് ടു യു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ദിസ് ഇസ് വൈ എ സ്റ്റോറി വെൻറ്റ് എമംഗ് ദ ബ്രദറൻ ദാറ്റ് ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ടു ഡൈ. അത്തരം വരെ ഞാൻ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ഒരു വാൽക്കഷ്ണം കൂടിയുണ്ട്. അതോടുകൂടി ഈ ഗോസ്പൽ തീരണേ, യോഹന്നാൻ്റെ പുസ്തകം 21-ാം അധ്യായത്തോടുകൂടി തീരണേ. അപ്പോൾ അതിൻ്റെ വാൽക്കഷ്ണം കൂടി പറയണം. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും, എടാ ഇവൻ പകുതി പറഞ്ഞിട്ട് ബാക്കി പറയാണ്ട് ഇവൻ തട്ടിപ്പാണല്ലോ. അങ്ങനെ വിചാരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടി ഒന്ന് പറഞ്ഞു തീർക്കാം. ഇതെന്ന് വെച്ചാൽ ഞാൻ ബൈബിൾ നോക്കി പറയണില്ല, എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ. കാരണം ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദിസ് ഈസ് വൈ എ സ്റ്റോറി വെൻറ്റ് എമംഗ് ദ ബ്രദർ ദാറ്റ് ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ഡൈ. അടുത്ത സെൻറ്റൻസ്, ബട്ട് ജീസസ് ഡിഡ് നോട്ട് സേ ഹി വിൽ നോട്ട് ഡൈ. ഹി സെഡ് ഇഫ് ഐ വാണ്ട് ഹിം ടു ലിവ് അൺടിൽ ഐ റിട്ടേൺ വാട്ട് ഇസ് ഇറ്റ് ടു യു. അതായത് യേശു പക്ഷേ യോഹന്നാൻ മരിക്കയില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ തിരിച്ചു വരുവോളം യോഹന്നാൻ മരിക്കയില്ല എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ, മരിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ, നിനക്കെന്താടാ പത്രോസേ, അങ്ങനെയാണ് പറഞ്ഞത്. യോഹന്നാനാണ് ഇത് എഴുതുന്നത്. അടുത്ത സെൻറ്റൻസ്, ആൻഡ് ഹീ ഈസ് ദ വൺ ഹീ ഈസ് ദ വൺ ഹൂ റൈറ്റ്സ് ഡൗൺ ഓൾ ദിസ്. അതായത് ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് അവനാണ്, യോഹന്നാനാണ്. മനസ്സിലായോ? ആ എഴുതി വെക്കുന്ന ആൾക്കറിയാം അവൻ്റെ വാക്കുകൾ സത്യമാണെന്ന്. പിന്നെ ഒരു സെൻറ്റൻസും കൂടി ഉണ്ട്, ഈ യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട്. അവയൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിൻ്റെ ഇടം മതിയാവില്ല അതിൻ്റെ പുസ്തകങ്ങൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയും. അതോടുകൂടിയാണ് അത് തീരണം, യോഹന്നാൻ്റെ പുസ്തകം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ യോഹന്നാൻ പറഞ്ഞെന്താണ്? യോഹന്നാൻ അറിയാം യേശു അങ്ങനെ ഉദ്ദേശിച്ചില്ല. യേശു ചുമ്മാ പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. യോഹന്നാൻ ഞാൻ തിരിച്ചു വരുവോളം യോഹന്നാൻ ജീവനോടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കെന്ത് അല്ലേ? ഒന്നാമത്തെ കാര്യം, യോഹന്നാൻ ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയുമോ? ഇത് പറഞ്ഞിട്ടുള്ളത് യോഹന്നാനോടല്ല, പത്രോസിനോടാണ് പറഞ്ഞിട്ടുള്ളത്. പത്രോസ് വഴിയാണ് യോഹന്നാൻ അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യോഹന്നാൻ ഇങ്ങനെ പറയാൻ പറ്റും? യേശു അങ്ങനെ പറഞ്ഞു, ചുമ്മാ കളിയായിട്ട് പറഞ്ഞാണ്, കാര്യമായിട്ട് പറഞ്ഞല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? കാരണം ഇത് അറിയണത് പത്രോസ് വഴിയാണ്. മാത്രമല്ല, ദിസ് ഇസ് വൈ എ സ്റ്റോറി വെൻറ്റ് എമംഗ് ദ ബ്രദറൻ ദാറ്റ് ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ടു ഡൈ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്കിടയിൽ ഈ ശിഷ്യൻ, അതായത് യോഹന്നാൻ, മരിക്കയിലെന്നൊരു സംസാരം പടർന്നു. എന്തുകൊണ്ട്? ദിസ് ഇസ് വൈ. എന്തുകൊണ്ടെന്നാൽ അക്കാരണത്താലാണ്. ഏത് കാരണത്താൽ? യേശു അങ്ങനെ പറഞ്ഞ കാരണത്താൽ. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ ഇടയിലൊരു കഥ പടർന്നത്. എന്തെന്ന്? യോഹന്നാൻ മരിക്കയില്ലെന്ന് അല്ലേ? അപ്പോൾ ആ കഥ പടരാൻ കാരണം ആരാണ്? പത്രോസാണ് കാരണം. കാരണം യേശു ഇത് പറഞ്ഞിട്ടുള്ള പത്രോസിനോടാണ്. മനസ്സിലായോ? അപ്പോൾ യോഹന്നാൻ തന്നെ ഇത് അറിയണത് പത്രോസ് മുഖാന്തിരമാണ്. മറ്റ് ശിഷ്യന്മാരും അറിയണത് പത്രോസ് മുഖാന്തിരമാണ്. അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് യോഹന്നാനോടും പത്രോസ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്, ദിസ് ഇസ് വൈ എ സ്റ്റോറി വെൻറ്റ് എമംഗ് ദ ബ്രദറൻ ദാറ്റ് ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ടു ഡൈ. അതായത് ഈ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു കഥ ശിഷ്യന്മാരുടെ ഇടയിൽ പടർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ശിഷ്യൻ മരിക്കയില്ല എന്നാണ് പത്രോസ് പറഞ്ഞതെന്ന് വ്യക്തമല്ലേ? അപ്പോൾ പിന്നെ എന്താണ് ഈ യോഹന്നാൻ പറയണത്? ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതാണ് ഞാൻ പറയണത്, ഈ പുസ്തകം എഴുതിയത് യോഹന്നാനല്ല. ഓക്കെ, യോഹന്നാനെ കൊന്ന് കുഴിച്ച് മൂടിയിട്ട് യോഹന്നാൻ്റെ കള്ള പേരിൽ യേശു എഴുതിയേക്കുന്ന പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ എല്ലാം ഇതിൻ്റെ എല്ലാം ഒരു അന്തർധാരയുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി. ഒരു അന്തർധാര എന്ന് പറഞ്ഞാൽ അത് ഒരു നുണ പറയുന്ന ഒരു സ്പിരിറ്റാണ്. നുണ മാത്രം പറയുന്ന. ആദ്യം പറഞ്ഞു ഈ ശിഷ്യൻ മരിക്കയില്ല എന്ന് പറഞ്ഞു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്കെന്ത്? പക്ഷേ അതേ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാൻ പാടില്ല എപ്പോഴാണ് ഞാൻ തിരിച്ചു വരുന്നതെന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെ കളിയായിട്ട് പോലും യേശുവിന് പറയാൻ പറ്റില്ല.
കാരണം യേശുവിന് അറിയില്ല എപ്പോഴാണ് തിരിച്ചു വരുന്നത്. യോഹന്നാൻ മരിച്ചു കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ യോഹന്നാൻ ജീവനോടെ ഉള്ളപ്പോഴാണോ യേശു തിരിച്ചു വരുന്നതെന്ന് യേശുവിന് അറിയില്ല. എന്നിട്ടും യേശു ഇങ്ങനെ പറഞ്ഞു എന്ന് എഴുതി വെച്ചേക്കണേ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു കഥ പടർന്നു, ഈ ശിഷ്യൻ മരിക്കില്ലെന്ന്. അപ്പോൾ ഓരോരുത്തരും മരിക്കുമ്പോഴും നോക്കുമ്പോൾ യോഹന്നാൻ ജീവനോടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ പത്രോസിൽ നിന്ന് കിട്ട ഈ കഥ അവർ വിശ്വസിച്ചു. അവർ പറഞ്ഞു ദിസ് ഡിസൈപ്പിൾ വുഡ് നോട്ട് ഡൈ എന്ന് വെച്ചാൽ അങ്ങനെ പറയണമെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവണ്ടേ, അല്ലാണ്ട് പറയൂ. നോക്കൂ, 12 ശിഷ്യന്മാർ, അതിൽ യൂദാസ് ആത്മഹത്യ ചെയ്തു, ബാക്കി 11 പേര്. അപ്പോൾ യോഹന്നാൻ മരിക്കയില്ലെന്ന് പത്രോസ് എന്ന് പറയണേ. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കണത് ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ടു ഡൈ എന്നാണ് എഴുതിയേക്കണം. ആ വാചന ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതാണ് ഇംഗ്ലീഷിൽ നിന്ന് കിട്ടണ പോലെ മലയാളത്തിൽ നിന്ന് ഇത്രയും വ്യക്തമായിട്ട് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട്, ആ വേറൊരാൾ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത് ഇയാൾ മരിക്കൂല എന്ന് പറയണത്. ഓക്കെ, ഈ ശിഷ്യൻ മരിക്കൂല. കാരണം മറ്റുള്ള ശിഷ്യന്മാരൊക്കെ മരിക്കുമ്പോൾ ഇതുവരെ ഇത് തന്നെ പറഞ്ഞു. യേശു പറഞ്ഞേക്കണ പത്രോസ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോട്. യേശു പറഞ്ഞേക്കണേ യോഹന്നാൻ യേശു തിരിച്ചു വരുന്നത് വരെ ജീവനോടെ ഇരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അതാണ് പത്രോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇത് എഴുതിയത് യോഹന്നാനാണെന്ന് തന്നെ വെക്കുക. യോഹന്നാൻ അറിയാമായിരുന്നു യേശു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, കളി പറയായിരുന്നെന്ന്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ ഇങ്ങനൊരു കഥ പ്രചരിപ്പിക്കാൻ അനുവദിക്കൂലല്ലോ. ഒന്നാമത്തെ കാര്യം, പത്രോസ് ഈ ചോദ്യം ചോദിക്കണം എന്തിനാണ് ഈ ചോദ്യം ചോദിക്കണം? ലോർഡ് വാട്ട് അബൌട്ട് ഹിം എന്ന് ചോദിക്കണം. എന്തുകൊണ്ടാണ്? പത്രോസിൻ്റെ വിധി ആദ്യം പറയണേ, ഭാവി. പത്രോസേ, നീ വെൻ യു വർ യങ് you used to fasten your belt and go wherever you wanted to, but when you are old you will raise your hands and someone else will tie them and bring you where you do not want to go. നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കി നീ ഇഷ്ടം പോലെ നീ യഥേഷ്ടം സഞ്ചരിച്ചിരുന്നു. പക്ഷെ നീ വയസ്സാകുമ്പോൾ നീ നിൻ്റെ കൈകൾ മേലോട്ട് ഉയർത്തും, വേറെ ആൾക്കാർ അത് കെട്ടി നീ പോകാൻ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ തന്നെ പത്രോസിൻ്റെ ഭാവിയാണ്, നീ വയസ്സാകുമ്പോൾ എന്നാണ് പറഞ്ഞത്. ഫ്യൂച്ചറാണ് പറഞ്ഞത്. യേശു പ്രവചിക്കുന്നതാണ് പത്രോസിൻ്റെ ഫ്യൂച്ചർ. ഇതാണ് നിനക്ക് സംഭവിക്കാൻ പോണത്. നല്ല കാര്യമൊന്നുമല്ല, നീ പോകാൻ ഇഷ്ടപ്പെടാത്ത ആ സ്ഥലത്തേക്കാണ് നിന്നെ കൊണ്ടുപോകാൻ പോണെന്ന് പറയും. ശരി, പത്രോസ് യേശു ദൈവപുത്രനാണെന്ന് ആദ്യം പറഞ്ഞത് പത്രോസാണ്. ഓക്കെ, യേശു പറയിപ്പിച്ചത് അണ്ണാക്കിൽ കൈയിട്ട് പറയിപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും പത്രോസ് അങ്ങനെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതാണ്, പത്രോസേ നിനക്കിത് കിട്ടിയതിലോ ഈ മനുഷ്യരിൽ നിന്നുമല്ല സ്വർഗത്തിൽ നിന്ന് കിട്ടിയേക്കണം. ഇനി മുതൽ നീ ഇവിടെ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, ഇവിടെ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും എന്ന് പറഞ്ഞതാണ് യേശു. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. അങ്ങനെ പറഞ്ഞ് പത്രോസെ നീ പോകാൻ ഇഷ്ടപ്പെടാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നാണ് പറയണത്. അപ്പം മറ്റുള്ളവരൊക്കെ എങ്ങോട്ടായിരിക്കും പോകണം? മറ്റ് ക്രിസ്ത്യാനികളൊക്കെ. പത്രോസാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ. യേശു കഴിഞ്ഞാൽ പിന്നെ പത്രോസാണ്. പത്രോസിൻ്റെ പ്രതിപുരുഷനാണ് റോമിലിരിക്കണം, വറ്റിക്കാനിലിരിക്കണം എന്നാണ് ഇവരുടെ വിശ്വാസം. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. എന്തായാലും പത്രോസിൻ്റെ ഭാവി യേശു പ്രവചിച്ചപ്പോൾ പത്രോസും യോഹന്നാനും ബഡീസാണ്, തിക് ഫ്രണ്ട്സാണ് പത്രോസും യോഹന്നാനും. അത് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇപ്പോൾ നോക്കൂ, മഗ്ദലന മറിയ വന്നിട്ട് പറയുന്നു, കുഴിയിൽ വന്ന് നോക്കിയിട്ട് പറയുന്നു, അയ്യോ യേശുവിൻ്റെ ഡെഡ് ബോഡി ആരും എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ തന്നെ കുഴിമാടത്തെങ്കിലേക്ക് ഓടണവരാണ് ഇതേ പത്രോസും യോഹന്നാനാണ്. മനസ്സിലായോ? അപ്പോൾ ഇവർ തമ്മിലൊരു പ്രത്യേക അടുപ്പമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, പത്രോസും യോഹന്നാനും തമ്മിൽ. അപ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ബഡി, നിങ്ങളെൻ്റെ ബെസ്റ്റ് ബഡിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ഭാവി അറിഞ്ഞു, കിളി ജോത്സ്യക്കാരൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കണം, എൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ അവൻ സജീവൻ, അവൻ്റെ ഭാവിയും കൂടി ഒന്ന് അറിയണം, ഒരു ചീട്ടും കൂടി എടുക്കുക, സജീവനും ഒരു ചീട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു പറയണേ, യേശുവിനോട് ചോദിക്കണേ, എൻ്റെ ഭാവി നീ പറഞ്ഞു, ഇവൻ്റെ കാര്യം എന്ത്? വാട്ട് അബൌട്ട് ഹിം? അവനെങ്ങോട്ട് പോകും? അവന് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോട്ടാണ്, ഇഷ്ടപ്പെടാത്ത സ്ഥലത്തോട്ടാണ് പോകാൻ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ യേശു പറഞ്ഞ ഡയലോഗ്, അതിന് മറുപടി ആയിട്ടാണ് ഇത് പറയണത്. ഇഫ് ഐ വാണ്ട് ഹിം ടു ലിവ് അണ്ടിൽ ഐ റിട്ടേൺ വാട്ട് ഇസ് ഇറ്റ് യു എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്നിട്ട് എല്ലാം കഴിഞ്ഞു,
ഏത് ശിഷ്യന്മാരൊക്കെ ഈ ഒരു യോഹന്നാൻ ചാണന് മുമ്പ് യേശു വരുമെന്നും വിശ്വസിച്ച് ചത്തൊടുങ്ങി ലാസ്റ്റ് യോഹന്നാനെയും കൊന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയോ, യേശു തന്നെയാണ് എല്ലാവരെയും കൊന്നിട്ടുള്ളത്. എല്ലാവരെയും കൊന്നിട്ടുള്ളത് യേശുവാണ്. അതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. യോഹന്നാൻ അവസാനം കൊല്ലാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് യോഹന്നാൻ ചാണന് മുമ്പ് ഞാൻ വരുമെന്ന് ശിഷ്യന്മാരെ വിശ്വസിപ്പിച്ചു. അങ്ങനെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു കഥ പടർന്നു. ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ടു ഡൈ. എപ്പോൾ ആദ്യം ചാണാരാണ് ശിഷ്യന്മാർ? യാക്കോബാണ്, യോഹന്നാൻ്റെ സഹോദരൻ. അവൻ വാളിനിരയായി എന്ന് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ക്യാപിറ്റൽ 7 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? ചാപ്റ്റർ 7. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ജർമ്മൻ ഭാഷ. അപ്പോൾ കപ്പിത്താൾ ഒരു ശിഷ്യൻ മരിച്ചു, യേശു വന്നിട്ടില്ല. 12 പേരാണ്. ഒരുത്തനെ ആത്മഹത്യ ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനും പോയി. അപ്പോൾ ശിഷ്യന്മാർ സംസാരിക്കില്ല, ഇനി അവൻ വരുമോ, ഇതൊക്കെ വെറുതെയാണ്, തട്ടിപ്പാണ്. പത്രോസ് എണീക്കും, സംസാരിക്കും. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പ് അവൻ വരുമെന്ന്. മനസ്സിലായോ? അങ്ങനെയാണ് ആ കഥ പടർന്നത്. ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ടു ഡൈ എന്ന്. മനസ്സിലായോ? അത് കൊടും ചതിയാണ് യേശു അവിടെ ചെയ്തത്, കൊടും ചതി. എന്നിട്ട് എഴുതി വെച്ചേക്കണേ എന്തെന്ന്, ഇത് ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്, തമാശക്ക്. എന്താ തട്ടിപ്പ്. അപ്പോൾ അങ്ങനെ യോഹന്നാൻ എഴുതുമോ? അത് യോഹന്നാൻ്റെ മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയണത്. യോഹന്നാൻ അങ്ങനെ എഴുതുമോ? യോഹന്നാൻ അങ്ങനെ എഴുതണമെങ്കിൽ യോഹന്നാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ യോഹന്നാൻ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. യേശു പറഞ്ഞത് ഞാൻ ജീവനോട് ഇരിക്കുന്ന മുമ്പ് വരുമെന്നല്ല എന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? പക്ഷേ യോഹന്നാൻ തന്നെയാണ് ഇത് എഴുതുന്നത്. ഹൗ ഇസ് ഇസ് പോസിബിൾ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എഴുതിയത് യോഹന്നാനല്ല എന്ന്. മനസ്സിലായോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ അല്പം ഇൻ്റലിജൻസ് വേണം, എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഈവിൾ ജീനിയസാണ് മറുവശത്ത്. നമ്മൾ ചെസ്സ് കളിക്കുമ്പോൾ അപ്പുറത്ത് കളിക്കുന്ന ആളുടെ ഒരു കാലിബർ നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് നമുക്ക് കളിക്കാൻ പോയാൽ നമുക്ക് പൊട്ടിപ്പോവും. അയാളുടെ നീക്കങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ അപ്പുറത്ത് നിൽക്കണ ഈവിൾ ജീനിയസാണ്, പിശാചാണ് നിൽക്കുന്നത്. സകല ഉടായ്പ് കണ്ടുപിടിച്ചവനാണ്. ഓക്കെ, പക്ഷേ ഭിത്തെ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനൊരു വാൽകഷ്ണവും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനി നാളെ പറഞ്ഞുകൊണ്ട് വരുമോ, ഇയാൾ ഇത്തിരി മാത്രമേ പറയാനുള്ളൂ, ബാക്കി മൂടി വെക്കണമെന്ന് പറയും. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞു തന്നു. ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ഇത് ചോദിക്കുക. നിങ്ങൾക്ക് സംശയ നിവാരണം ചെയ്യാൻ അതെൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, അത് ഞാൻ ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്തു തീർക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ മറുപടി പറയാം. ഓക്കെ, ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കണേ. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.